പ്രൈസ് ദി ലോർഡ്. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഗതസമന മീഡിയ എന്ന യൂട്യൂബ് ചാനലിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം. അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു തിരുവചന ഭാഗം നമുക്ക് വായിക്കാം. സദൃശ്യവാക്യം 29-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. മാനുഷ്യഭയം ഒരു കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി സ്തോത്രം. ഈ ദൈവിക സന്ദേശം അനേകർക്ക് പ്രയോജനമാകട്ടെ. മാനുഷിക ഭയത്തിൽ അകപ്പെട്ട് കിടക്കുന്നവർക്കൊരു വിടുതലായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് സംസാരിപ്പാൻ അടിയനെ ബലപ്പെടുത്തുമാറാകണം. സകല മഹത്വവും സ്വർഗത്തിലെ കർത്താവ് എടുക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഒരു സ്തോത്രം ചെയ്യാം. നാം വായിച്ചത് മാനുഷിക ഭയം ഒരു കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. എന്താണ് മാനുഷിക ഭയം? പത്രമാധ്യമങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ നമുക്ക് കാണുവാനും കേൾക്കുവാനും കഴിയുന്നത് ഈ ലോകം മാനുഷിക ഭയത്തിൽ അകപ്പെട്ടു പോയിട്ട് ആത്മഹത്യകളും മയക്കുമരുന്നും കഞ്ചാവും മദ്യവുമൊക്കെയായിട്ട് ഈ തലമുറ നശിക്കുകയാണ്. ഭയം കൊണ്ട് ചില ആളുകൾ മദ്യപിക്കുന്നുണ്ട്, അതുപോലെ മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അവർക്ക് ഭയത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി. നാം കണ്ടു എത്രയോ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു, മാനസിക ഭയത്തിൽ അകപ്പെട്ടിട്ട്. അവർക്ക് ലഭിച്ച മാർക്ക് കുറവായതുകൊണ്ട് ആത്മഹത്യയിലേക്ക് കടന്നു, അവർ ആത്മഹത്യ ചെയ്തു. എത്രയോ കുടുംബങ്ങൾ സാമ്പത്തിക കടഭാരത്തിൻ്റെ മുമ്പിൽ അവർക്ക് നിൽക്കാൻ കഴിയാതെ മാനുഷിക ഭയത്തിൽ അകപ്പെട്ടിട്ട് അവർ ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ ഒത്തിരി സംഭവങ്ങൾ എനിക്ക് നിങ്ങൾക്കും പറയുവാനുണ്ട്. എന്നാൽ എന്നെയും നിങ്ങളെയും ധൈര്യത്തോടെ നിർത്തിയത് സർവശക്തനായ ദൈവമാണ്. എന്താണ് മാനുഷിക ഭയം? മുമ്പൊരിക്കൽ കേട്ട് മറന്ന ഒരു സംഭവത്തെ ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു ഗ്രാമത്തിൽ ഒരു മാതാവിനും ഒരു പിതാവിനും, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിൻ്റെ ഭാവി എന്താകും എന്നറിയാൻ വേണ്ടി തൊട്ടടുത്ത ഗ്രാമത്തിലുള്ള ഒരു ജ്യോത്സ്യനെ കാണുവാൻ പോയി. ജ്യോത്സ്യൻ്റെ അരികിൽ ആ മാതാപിതാക്കളും കുഞ്ഞും എത്തിയപ്പോൾ ജ്യോത്സ്യൻ ഇങ്ങനെ പറഞ്ഞു, ഈ കുഞ്ഞ് മരിക്കുമെന്ന്. എപ്പോൾ മരിക്കുമെന്ന് മാതാപിതാക്കൾ ചോദിച്ചപ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞു, 18-ാമത്തെ വയസ്സിൽ ഈ കുഞ്ഞ് മരിക്കുമെന്ന് പറഞ്ഞു. എങ്ങനെ മരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ആ ജ്യോത്സ്യൻ പറഞ്ഞു, 18-ാമത്തെ വയസ്സിൽ ഈ മകൻ ഒരു സർപ്പത്തിൻ്റെ കടിയേറ്റ് മരിക്കുമെന്ന് പറഞ്ഞു. വല്ലാത്ത സങ്കടത്തിലായി. ആ ജ്യോത്സ്യൻ്റെ വാക്കുകൾ ഒരു ഭയം പോലെ ഹൃദയത്തിൽ തട്ടി. അവർ ഭവനത്തിലേക്ക് മടങ്ങി. പിന്നീടുള്ള വർഷങ്ങളും കാലങ്ങളും മാസങ്ങളും ആ കുഞ്ഞിനെ, ആ മകനെ അവർ സന്തോഷത്തോടു കൂടെ വളർത്തിയത്. കാരണം 18 വയസ്സ് വരെ ജീവിക്കുകയുള്ളൂ എന്ന് ജ്യോത്സ്യൻ പറഞ്ഞതുകൊണ്ട് 18 വയസ്സ് വരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമാണ് ആ മകനെ അവർ വളർത്തിയത്. കാലങ്ങൾ കടന്നു പോകുമ്പോൾ 18-ാമത്തെ വയസ്സായപ്പോൾ അന്ന് സന്ധ്യയെങ്കിൽ ആ മകൻ തീരുമാനിച്ചു, ഇനി എനിക്ക് 19-ാമത്തെ വയസ്സില്ല. കാരണം ജ്യോത്സ്യൻ പറഞ്ഞിരുന്നു 18-ാമത്തെ വയസ്സിൽ ഞാൻ മരിക്കുമെന്ന്, അതും ഒരു സർപ്പത്തിൻ്റെ കടിയേറ്റ് മരിക്കുമെന്ന്. അവസാനത്തെ മണിക്കൂറുകൾ കടക്കുമ്പോൾ ആ മകൻ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നു പോകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ പടിയിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് കടക്കുന്ന പടിയിൽ വെച്ച് ഒരു സർപ്പത്തിൻ്റെ കടിയേറ്റു. ആ മകൻ അവിടെ പിടയുകയാണ്. എല്ലാവരും പറഞ്ഞു, കണ്ടോ ആ ജ്യോത്സ്യൻ പറഞ്ഞത് എത്രമാത്രം അത് ഫലിച്ചിരിക്കുന്നു. എല്ലാവർക്കും വലിയ ഭയമുണ്ടായി. എന്നാൽ ആ മകനെ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചു, ICUവിലേക്കാക്കി. ഡോക്ടർ പുറത്തേക്ക് വന്ന് ചോദിച്ചു, ഈ കുഞ്ഞിനെ കടിച്ച പാമ്പിനെ കൊണ്ടുവന്നിട്ടുണ്ടോ? അവർ പറഞ്ഞു അതിനെ കിട്ടിയില്ലെന്ന്. വീണ്ടും ഡോക്ടർ പുറത്തേക്ക് വന്നു. അങ്ങനെ പല പ്രാവശ്യം ആ ഡോക്ടർ അവനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ പറഞ്ഞു, ഈ മകൻ വിഷം തീണ്ടിയല്ല മരിച്ചത്, ഒരു സർപ്പത്തിൻ്റെ കടിയേറ്റല്ല മരിച്ചത്. എല്ലാവർക്കും വലിയ ആശ്ചര്യമായി. പ്രിയ സ്നേഹിത, പ്രിയ സഹോദര സഹോദരി, സംഭവം ഇങ്ങനെയാണ്. ആ ജ്യോത്സ്യൻ പറഞ്ഞ വാക്കുകൾ ഒരു മാനുഷിക ഭയമായി ഹൃദയത്തിൽ തട്ടി. ഇനി എനിക്ക് മുൻപോട്ട് ജീവിതമില്ല, 18-ാമത്തെ വയസ്സിൽ ഞാൻ മരിക്കുമെന്ന് അവൻ ഭയപ്പെട്ടു. അന്ന് സംഭവിച്ച കാര്യം,
ആ ക്ഷേത്രത്തിലേക്ക് കയറുന്ന പടിക്കൽ ചിരട്ടക്കഷ്ണം പോലെ കിടക്കുന്ന ചിരട്ടക്കഷ്ണം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരഗ്രത്തിന്മേൽ ആ മകൻ ചവിട്ടിയപ്പോൾ അതിൻ്റെ മറ്റൊരഗ്രം തൻ്റെ കാലിൽ കൊത്തിയപ്പോൾ ചെറിയ സ്ക്രാച്ചായി. താൻ തീരുമാനിച്ചു, ജ്യോത്സ്യൻ പറഞ്ഞ പോലെ തന്നെ 18ാമത്തെ വയസ്സിൽ സർപ്പത്തിൻ്റെ കടിയേൽക്കും, ഇത് സർപ്പം തന്നെയാണെന്ന് ആ മകൻ തീരുമാനിച്ചു, ഉറപ്പിച്ചു. പേടിച്ചു, ഭയപ്പെട്ട് ഹൃദയത്തിന് ആഘാതമുണ്ടായിട്ട് അറ്റാക്ക് വന്നാണ് ആ മകൻ മരിച്ചതെന്ന് ഡോക്ടർ പറഞ്ഞു. മാനുഷിക ഭയത്തിൽ അകപ്പെട്ടു പോയ അനേക ഭക്തന്മാർ ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. എന്നാൽ മാനുഷിക ഭയത്തിൽ അകപ്പെടാതെ ചങ്കൂറ്റത്തോടെ നിന്ന ദൈവത്തിൻ്റെ ഭക്തന്മാരും തിരുവചനത്തിലുണ്ട്. എന്നാൽ മാനുഷിക ഭയത്തിൽ അകപ്പെട്ടു പോയ ചിലരെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. യോബിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ഊസ് എന്ന ദേശത്ത് ഒരു പുരുഷനുണ്ടായിരുന്നു. യോബ് എന്നു പേരുള്ളൊരു പുരുഷൻ. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ട് അകലുന്നവനും ദൈവഭക്തനുമായിരുന്നു. പക്ഷേ തൻ്റെ ജീവിതത്തിൽ ഒരു മാനുഷിക ഭയം തന്നെ പിടികൂടി. യോബ് 3-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. യോബിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. ഒന്നുകൂടെ വായിക്കട്ടെ. ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. യോബ് നേരുള്ളവനാണ്, നിഷ്കളങ്കനാണ്, ദോഷം വിട്ട് അകലുന്നവനാണ്, ദൈവത്തിൻ്റെ ഭക്തനാണ്. ദൈവം സാക്ഷ്യം പറഞ്ഞ ഒരു ഭക്തനാണ് യോബ്. ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പോലും ഒരു ഭയം കടന്നുകൂടി. എന്തായിരിക്കും ഭയം? എൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു പോകുമോ? എൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുമോ? ഞാൻ ഒരു രോഗിയായിത്തീരുമോ എന്നൊക്കെ താൻ അറിയാതെ ഭയപ്പെട്ടു പോയി. ബൈബിൾ പറയുന്നു, പിശാചിന് ഇടം കൊടുക്കരുത്. ചിന്തകൾ പിശാചിൻ്റെതാണ്, ഭയം പിശാചിൻ്റെതാണ്. അതുകൊണ്ട് മാനുഷികമായ ഒരു ഭയം യോബിനെ തട്ടി. ആമേൻ. യോബിനെ മാനുഷികമായ ഭയം തട്ടിയപ്പോൾ അവിടെ ശത്രു തന്നെ മുതലെടുത്തു. തൻ്റെ വസ്തുവകകൾ നഷ്ടപ്പെട്ടു പോയി, തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു പോയി, തൻ്റെ മൃഗസമ്പത്തുകൾ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഒത്തിരി നഷ്ടങ്ങൾ, തൻ്റെ വീടെല്ലാം തകർന്നു പോയി. പ്രിയ ശ്രോതാവേ, മാനുഷിക ഭയം ഒരു കെണിയാണ്. ചില ചിന്തകൾ, ചില തോന്നലുകൾ ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രിയിൽ, ഈ പ്രഭാതത്തിൽ എടുത്തു മാറട്ടെ. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഹൃദയത്തിനകത്തുള്ള ചില ഭയമുണ്ട്. ഭാവിയെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, ശുശ്രൂഷയെക്കുറിച്ച്, തലമുറയെക്കുറിച്ച്, ഇങ്ങനെ ഒട്ടനവധി ഭയവും പേടിയുമായി നിരാശപ്പെടുന്ന ഹൃദയങ്ങളോട് ഈ സമയം പരിശുദ്ധാത്മാവ് തൊട്ടുതൂത് പറയുക, മാനുഷിക ഭയത്തിൽ നിന്ന് റിക്കവറിയായിട്ട് മടങ്ങി വരട്ടെ. ക്രിസ്തുവിൻ്റെ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. യേശു തന്നെ ഇങ്ങനെ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ആമേൻ. ധൈര്യപ്പെട്ടിരിക്കട്ടെ. പഴയ നിയമത്തിൽ ദൈവം എടുത്തു പറഞ്ഞ എൻ്റെ ഭക്തന്മാരോട് ഭയപ്പെടേണ്ട, ഭ്രമിക്കേണ്ട, പേടിക്കേണ്ട എന്നൊക്കെ ദൈവം എടുത്തു പറഞ്ഞു. തിരുവചനം പഠിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിനകത്ത് കാരാഗൃഹത്തിൻ്റെ അകത്തളത്തിൽ ഇങ്ങനെ കാരാഗൃഹ പ്രമാണി ചോദിക്കുന്നു, യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ പൗലോസ് പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. പ്രിയ സ്നേഹിത, മാനുഷിക ഭയത്തിൽ അകപ്പെട്ടിട്ട് അതിൽ നിന്നും മോചിതനാകാൻ കഴിയാതെ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? ഒറ്റ കാര്യം മാത്രം ചെയ്യുക, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ അതിൽ നിന്നൊരു മോചനം ദൈവം നിനക്ക് തരും. ആമേൻ. മാനുഷിക ഭയത്തിൽ അകപ്പെട്ടിട്ട് എത്രയോ കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്തു. ബാങ്ക് ലോണിൻ്റെ പേരിൽ, പലവിധമാകുന്ന പ്രശ്നങ്ങളുടെ പേരിൽ സമൂഹത്തെ ഭയപ്പെട്ടിട്ട്, സംശയങ്ങൾ പിശാചിൻ്റെതാണ്. ഒരല്പം പോലും ചിന്തകൾക്കോ നിരാശകൾക്കോ ഭയത്തിനോ മാനുഷികമായ ചിന്തകൾക്ക് ഇടം കൊടുക്കാതെ ദൈവം എന്നെ നടത്തും, ദൈവം എന്നെ പുലർത്തും എന്നുള്ള വിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോകാൻ ചില ഹൃദയങ്ങളോട് ഈ സമയം ദൈവാത്മാവ് സംസാരിക്കുകയാണ്. മാനുഷിക ഭയത്തിൽ അകപ്പെട്ടു പോയ മറ്റൊരു ഭക്തനാണ് ഏലിയാവ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ താഴേക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ഏലിയാവ് ചെയ്തൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു.
ഇസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികം ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്ക് ഉൾപ്പെട്ട ബേർഷേബയിൽ ചെന്ന് അവിടെ തൻ്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചയുടെ തണ്ടിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. പ്രിയ സ്നേഹിത, ഈ സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. ഇസബേലിൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ ഏലിയാവ് മാനുഷികമായി ഭയപ്പെടുന്നു. ഇന്നലെ ബാലിൻ്റെ പ്രവാചകന്മാരെ കിദ്രോൻ തോട്ടിങ്കൽ കൊണ്ടുപോയി വാൾ കൊണ്ട് കൊന്നതും ഏലിയാവ്. ശക്തനായ അഭിഷേകമുള്ള ഏലിയാവ് ഒരു വാക്കിൻ്റെ മുമ്പിൽ ഭയപ്പെടുകയാണ്. താൻ പറയുന്നു, മതി യഹോവേ, എനിക്ക് മരിച്ചാൽ മതി, എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലവനല്ലല്ലോ എന്ന് ഏലിയാവ് പറയുകയാണ്. ചിലപ്പോൾ മാനുഷിക വാക്കുകൾ നമ്മളെ തളർത്തിയേക്കാം. മാനുഷിക വാക്കുകൾ ഒരു കൂർത്ത മുന പോലെ ഹൃദയത്തെ തകർക്കും. നമ്മൾ പറയാറുണ്ട്, അവനെന്നെ അടിച്ചാൽ അതെനിക്ക് വേദന തോന്നിയില്ല, പക്ഷേ അവൻ ആ വാക്ക് പറഞ്ഞപ്പോൾ എനിക്കത് വേദനിച്ചു എന്നതുപോലെ മാനുഷിക ഭയം ഏലിയാവിനെ തട്ടിയപ്പോൾ ഏലിയാവിനുള്ള അഭിഷേകത്തിൻ്റെ ശക്തി ചോർന്നു പോകുന്നത് പോലെ അവിടെ സംഭവിച്ചു. ചിലപ്പോൾ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ മാനുഷികമായ വാക്കുകൾ നമ്മളെ തളർത്തിയേക്കാം. എന്നാൽ അങ്ങനെ തളർന്നു പോകുന്ന ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവെന്ന് പറയുന്നു, ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടാലും നീ തളർന്നു പോകേണ്ട ആവശ്യമില്ല. നിന്നോട് കൂടെ ഉള്ളവൻ സർവശക്തനാണ്, അവൻ സർവവ്യാപിയാണ്, ആമേൻ, സർവജ്ഞാനിയാണ്. അപ്പോൾ എലിയാവ് മാനുഷിക ഭയത്തിൽ അകപ്പെട്ടിട്ട് എനിക്ക് മരിച്ചാൽ മതി. ഇന്ന് ലോകത്ത് അങ്ങനെയാണ്. മാനുഷിക ഭയം കടന്നുകൂടിയിട്ട്, സമ്മർദ്ദം കടന്നുകൂടിയിട്ട് മരിക്കണമെന്ന് ടെൻഡൻസിയുമായി ഇരിക്കുന്ന അനേകം പേരെ നമുക്ക് കാണാൻ കഴിയും. എത്രയോ പേര് ആത്മഹത്യകൾ ചെയ്തു മാനുഷിക ഭയത്തിൽ അകപ്പെട്ടിട്ട്. ഈയിടയ്ക്ക് സംഭവിച്ച ഒത്തിരി ന്യൂസുകൾ കണ്ടല്ലോ. മാനുഷികമായ വാക്കുകൾ കേട്ട് പിരിമുറുക്കം സംഭവിച്ചിട്ട് അവർ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തകൾ കേട്ടു. ഞാനെടുത്ത് പറയുന്നില്ല, ഓർക്കുക. അതുകൊണ്ട് മാനുഷിക ഭയം ഒരു കെണിയാകുന്നു. നിൻ്റെ മുൻപോട്ടുള്ള സ്റ്റെപ്പുകളെ, നിൻ്റെ മുൻപോട്ടുള്ള വഴികളെ, നിൻ്റെ മുൻപോട്ടുള്ള ഭാവിയെ നോക്കി ആരൊക്കെ എന്തൊക്കെ വെല്ലുവിളിച്ചാലും ഈ സമയം ഓർക്കുക, മാനുഷിക ഭയത്തിൽ നീ അകപ്പെട്ടു പോകരുത്. കർത്താവാണ് നമ്മെ വിളിച്ചത്, കർത്താവാണ് നിന്നെ തിരഞ്ഞെടുത്തത്, മനുഷ്യനല്ല. ആമേൻ, ആമേൻ. ദൈവമാണ് തിരഞ്ഞെടുത്തത് നിന്നെ. മാനുഷിക ഭയത്തിൽ അകപ്പെട്ടു പോകേണ്ട. ദൈവത്തിന് പോംവഴികളുണ്ടാകും, ദൈവത്തിന് ഉത്തരമുണ്ടാകും. കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക. അത് എന്ത് തന്നെ വിഷയമായാലും നിന്റെ ഭാരം ദൈവത്തിൻ്റെ മേൽ ഇട്ടുകൊള്ളാൻ. അപ്പോൾ മാനുഷിക ഭയത്തിൽ ഏലിയാവ് അകപ്പെട്ടുപോയി. എങ്കിലും ദൈവം തന്നെ താങ്ങി നിർത്തി. മാനുഷികമായ ഭയം വരുമ്പോൾ പ്രാർത്ഥിക്കട്ടെ, കർത്താവിൻ്റെ വചനങ്ങൾ വായിക്കട്ടെ. അവിടെ ദൈവം നമുക്ക് ജയിക്കുവാൻ കൃപ പകരും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. മാനുഷിക ഭയത്തിൽ അകപ്പെട്ടു പോയ മറ്റൊരു വ്യക്തിയാണ് പത്രോസ്. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 25 മുതൽ താഴേക്ക് വായിക്കുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അത് ഒരു ഭൂതം എന്ന് പറഞ്ഞു പേടിച്ചു നിലവിളിച്ചു. യേശു ഉടനെ അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആക്കുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കെ വരേണ്ടതിനെ കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. 29-ാമത്തെ വാക്യമാണ് ഇവിടുത്തെ നമ്മുടെ ചിന്ത. 29-ാമത്തെ വാക്യം. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ചു മുങ്ങിത്തുടങ്ങുകയാൽ, കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ തൻ്റെ ഹൃദയത്തിലേക്ക് ഒരു മാനുഷിക ഭയം കടന്നുകൂടി.
മാനുഷിക ഭയം ഒരു കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്നാണ് നമ്മൾ വായിച്ച വചനം. എന്നാൽ ഇവിടെ ഇതാ, കാറ്റ് കണ്ട് അവൻ പേടിച്ചു മുങ്ങിത്തുടങ്ങുകയാൽ. അവൻ വെള്ളത്തിന്മേൽ നടന്നു പോകുമ്പോൾ തൊട്ടു മുൻപ് അവർ പറഞ്ഞത് ഒരു ഭൂതം എന്ന് പറഞ്ഞ് നിലവിളിച്ചു എന്ന് വായിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ മുൻപിലേക്ക് ഇറങ്ങിച്ചെന്ന പത്രോസ് അല്പനേരം മുൻപോട്ട് ചെല്ലുമ്പോൾ കാറ്റടിക്കുവാൻ തുടങ്ങി. സമുദ്രത്തിൻ്റെ നടുവിൽ വെച്ച്, തിരമാലകൾക്ക് മുകളിൽ വെച്ച് കാറ്റടിക്കുവാൻ തുടങ്ങിയപ്പോൾ പത്രോസിൻ്റെ അകത്ത് ഒരു ഭയം കടന്നുകൂടി. ആ ഭയത്തിൽ നിന്ന് വീണ്ടും താൻ ഇങ്ങനെ വിചാരിച്ചു, അതൊരു ഭൂതമാകുമെന്ന്. തൻ്റെ ഹൃദയത്തിൽ സംശയിക്കുവാൻ തുടങ്ങി. സംശയം പിശാചിൻ്റെ ഒരായുധമാണ്. അവൻ ഭയപ്പെടുവാൻ തുടങ്ങിയപ്പോൾ താൻ വെള്ളത്തിലേക്ക് മുങ്ങുവാൻ തുടങ്ങി. കർത്താവെ, എന്നെ രക്ഷിക്കണമേ എന്ന് പത്രോസ് പറയുമ്പോൾ അവനെ കൈക്ക് പിടിച്ച് വലിച്ചെടുത്തു കർത്താവ്. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു? ഈ സമയം എന്നെ കേൾക്കുന്ന സ്നേഹിത, സഹോദരി, സഹോദര, മാതാവേ, പിതാവേ, സംശയം മാറിപ്പോകട്ടെ. ക്രിസ്തു യേശുവിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് സംശയത്തിൻ്റെ നീളുകൾ നിന്നെ പിടികൂടുന്നുണ്ടെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ സംശയത്തെ, ആമേൻ, അതിനെ തകർത്ത് കളയട്ടെ. ദൈവത്തിൽ വിശ്വസിക്കട്ടെ. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് യേശു പിന്നെയും മാർത്തയോടും മറിയോടും പറഞ്ഞു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് തൻ്റെ വചനത്തിൽ കർത്താവ് എഴുതി ചേർത്തു. ആമേൻ. അതുകൊണ്ട് അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു? തൻ്റെ ഹൃദയത്തിൽ ഒരു ഭയം, ഒരു സംശയമായി മാറി. ഇത് കർത്താവ് തന്നെയാണോ? പ്രിയ സ്നേഹിത, നിന്നെ വിളിച്ചത് കർത്താവ് തന്നെയാണ്. നിന്നെ വിളിച്ചത് യഹോവയായ ദൈവം തന്നെയാണ്. നിന്നെ വിളിച്ചത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഒട്ടും സംശയിക്കേണ്ട. സ്തോത്രം പറയാം. ആമേൻ. മാനുഷിക ഭയം കൊണ്ട് അവൻ സംശയിച്ചു ഇത് ഭൂതം തന്നെയാകുമെന്ന്. സംശയം പിശാചിൻ്റെ ഒരായുധമാണ്. ഭയം പിശാചിൻ്റെ ഒരായുധമാണ്. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു? യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ താഴേക്ക് ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത്. ഇരു മനസ്സുള്ള മനുഷ്യൻ തൻ്റെ വടികളൊക്കെയും അസ്ഥിരൻ ആകുന്നു. പ്രിയ സ്നേഹിത, ഇവിടെ കേട്ട വചനം വ്യക്തമായി പറയുന്നു, സംശയിക്കരുത്. അവൻ ഭയപ്പെടരുത്. സംശയിക്കുന്നവൻ കടൽ തിരക്ക് സമനാകുന്നു. ഇങ്ങനെയുള്ളവൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത്. എന്നാൽ മാനുഷിക ഭയത്തിൽ അകപ്പെട്ടു പോയ ഒരു സംഭവം കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴേക്ക് നാം പഠിച്ച് വായിച്ചു വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതപ്പെട്ടു: കാഴ്ച പ്രാപിച്ചവൻ്റെ അമ്മയപ്പന്മാരെ വിളിച്ചു ചോദിക്കുവോളം അവൻ കുരുടനായിരുന്നു എന്നും കാഴ്ച പ്രാപിച്ചു എന്നും യഹൂദന്മാർ വിശ്വസിച്ചില്ല. കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? എന്നാൽ ഇവന് ഇപ്പോൾ കണ്ണ് കാണുന്നത് എങ്ങനെ എന്ന് അവർ അവരോട് ചോദിച്ചു. 20-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നു: അവൻ്റെ അമ്മയപ്പന്മാർ ഇവൻ തങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചവൻ എന്നും ഞങ്ങൾ അറിയുന്നു, എന്നാൽ കണ്ണ് കാണുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ല. അവൻ്റെ കണ്ണ് ആര് തുറന്നു എന്നും അറിയുന്നില്ല. അവനോട് ചോദിപ്പാൻ അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയും എന്ന് ഉത്തരം പറഞ്ഞു. 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവൻ്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. അവിടെ ഒരു സംഭവമുണ്ട്. ഒരു മാനുഷിക ഭയം ആ പിതാവിനും മാതാവിനുമുണ്ട്. വചനത്തിൽ അത് വ്യക്തമായി കൊടുത്തിരിക്കുന്നു. 22-ാമത്തെ വാക്യം: യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവൻ്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ
പള്ളിഭക്ഷനാകണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. അതുകൊണ്ടത്രേ അവൻ്റെ അമ്മയപ്പന്മാർ അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിപ്പീൻ എന്ന് പറഞ്ഞത്. കണ്ടല്ലോ, ഒരു ഭയം ആ മാതാപിതാക്കൾക്കുണ്ട്. യേശു അത്ഭുതം ചെയ്തിട്ടും, യേശു മിറക്കിൾ ചെയ്തിട്ടും ആ മാതാപിതാക്കൾക്ക് സത്യം മനസ്സിലായിട്ടും അവർ യഹൂദന്മാരെ ഭയപ്പെടുന്നു. കാരണം പള്ളി ഭ്രഷ്ടരാക്കുമെന്ന് യഹൂദന്മാർ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഇന്ന് ഈ സമയം യേശുവിലേക്ക് വന്നിട്ട് പല വാക്കുകളും കേട്ട് അവൻ പിന്മാറിപ്പോകുന്ന വ്യക്തിയാണെങ്കിൽ ഈ ദൂത് വിശ്വസിക്കട്ടെ. നീ ആരെ ഭയപ്പെടുന്നു? മനുഷ്യനെയോ ദൈവത്തെയോ? കുരുടനായി പിറന്ന മനുഷ്യൻ്റെ അപ്പനും അമ്മയും അവിടെ ഭയപ്പെടുന്നത് യഹൂദന്മാരുടെ ചില തീർപ്പുകളാണ്. കാരണം പള്ളി ഭ്രഷ്ടരാക്കും, അവരെ പള്ളിയിൽ കയറ്റത്തില്ല, അവർ യഹൂദന്മാർ അംഗീകരിക്കത്തില്ല എന്ന് അവർ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അതുകൊണ്ട് അവനെ സൗഖ്യമാക്കിയ കാര്യം പോലും ഈ മാതാപിതാക്കൾ പുറത്തുവിടുന്നില്ല. യേശു അത്ഭുതം ചെയ്തിട്ടും ഇന്നും ദൈവഭാഗത്തേക്ക് വരാതെ, ഇന്നും വിശ്വാസത്തിലേക്ക് വരാതെ ആരൊക്കെയോ ഭയപ്പെടുന്ന, നേതാക്കന്മാരെ ഭയപ്പെടുന്ന, വ്യക്തികളെ ഭയപ്പെടുന്ന ചില ഹൃദയങ്ങളോട് പറയുകയാണ്, ആ നാളിൽ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. സമൂഹത്തെ ഭയപ്പെട്ട്, ചാർച്ചക്കാരെ ഭയപ്പെട്ട്, ദേശത്തെ ഭയപ്പെട്ട് ഇന്നും ആമേൻ ദൈവത്തെ വിളിക്കാതെ ഒഴിവ് കഴിവ് പറയുന്ന ചില സ്നേഹിത സഹോദര സഹോദരി, ഈ ദൂത് കേൾക്കുമ്പോൾ മടങ്ങി വരിക ക്രിസ്തുവിലേക്ക്. വീണ്ടും മാനുഷിക ഭയത്തിൽ അകപ്പെട്ടു പോയ വ്യക്തിയാണ് പത്രോസ്. ക്രിസ്തുവിനെ ക്രൂശീകരിക്കാൻ കൊണ്ടുപോകുന്ന സമയം മുതൽ പത്രോസിൻ്റെ ഹൃദയത്തിലേക്ക് വല്ലാത്ത മാനസിക സംഘർഷം കടന്നുകൂടി. കർത്താവിനെ ഒരിക്കലും തള്ളിപ്പറയില്ലെന്ന് പറഞ്ഞ പത്രോസിൻ്റെ മുഖത്ത് നോക്കി കർത്താവ് ഇപ്രകാരം പറഞ്ഞു, കോഴി 3 വട്ടം കൂവും മുമ്പ് നീ എന്നെ തള്ളിപ്പറയുമെന്ന്. മത്തായി സുവിശേഷം 26 അധ്യായത്തിൻ്റെ 69 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ പത്രോസ് മാനുഷിക ഭയത്തിൽ അകപ്പെടുന്നത് കാണാൻ കഴിയും. അവിടെ ഇങ്ങനെയാണ് വചനം വായിക്കുന്നത്. എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്തിരുന്നു. അവൻ്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു. നീയും ഗലീലക്കാരനായ യേശുവിൻ്റെ കൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിനവൻ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കെ തള്ളിപ്പറഞ്ഞു. ഒരു മാനസിക ഭയത്തിൽ അകപ്പെട്ടിട്ട് പത്രോസ് പറയുകയാണ്, നീ പറയുന്നത് തിരിയുന്നില്ല എന്ന്. യേശുക്രിസ്തുവിനെ ക്രൂശീകരിക്കുന്ന, യേശുക്രിസ്തുവിനെ പരിഹസിക്കുന്ന, യേശുക്രിസ്തുവിനെ ചമ്മട്ടിക്കൊണ്ടടിക്കുന്ന, യേശുക്രിസ്തുവിനെ കോൽ കൊണ്ടടിക്കുന്ന, യേശുക്രിസ്തുവിനെ പരിഹസിക്കുന്ന പല വിഷയങ്ങളും പത്രോസ് കണ്ടപ്പോൾ പല ശിഷ്യന്മാരും ഓടിപ്പോയി. പക്ഷെ പത്രോസ് ഓടിപ്പോകുന്നില്ലെങ്കിലും തനിക്ക് തൻ്റെ ഹൃദയത്തിൽ ഒരു മാനുഷിക ഭയം കടന്നുകൂടി. അവിടെ പറയുന്നു, നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടെ ഉള്ളവനായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. പത്രോസ് പറയുന്നു, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന്. വീണ്ടും താഴേക്ക് വായിക്കുന്നു, പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റൊരുത്തി അവനെ കണ്ട് അവിടെ ഉള്ളവരോട്, ഇവരും നസ്രനായ യേശുവിനോട് കൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോടെ തള്ളിപ്പറഞ്ഞു. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്ത് വന്ന് പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിൽ ഉള്ളവൻ സത്യം, നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ ആ മനുഷ്യൻ പറയുകയാണ്, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല, ആണയിടുവാനും പ്രാകുവാനും തുടങ്ങി, ആണയിടുവാൻ തുടങ്ങി, ഞാൻ അറിയുന്നില്ലെന്ന്. ആമേൻ. മാനുഷിക ഭയത്തിൽ പത്രോസ് അകപ്പെട്ടു പോകുകയാണ്. പ്രിയ സ്നേഹിത സഹോദര സഹോദരി, മാനുഷിക ഭയത്തിൽ അകപ്പെടാതെ ചങ്കൂറ്റത്തോടെ ദൈവത്തിന് വേണ്ടി നിൽക്കട്ടെ. ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും, ആരൊക്കെ എതിർത്താലും, ആരൊക്കെ പഴി പറഞ്ഞാലും, ആരൊക്കെ നിരാശപ്പെടുത്തിയാലും മാനുഷിക ഭയത്തിൽ അകപ്പെടാതെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന ബോധ്യത്തോടുകൂടി ഈ വിശ്വാസയാത്ര മുൻപോട്ട് പോകട്ടെ, ഈ ആത്മീക യാത്ര മുൻപോട്ട് പോകട്ടെ.
പൗലോസ് പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഒരിക്കൽ കൂടെ പറയട്ടെ, പൗലോസ് പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഒരു ദൈവഭക്തന് മാത്രമേ അങ്ങനെ പറയുവാൻ കഴിയുകയുള്ളൂ. മാനുഷിക ഭയങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി പൗലോസിനെ ആഞ്ഞടിച്ചപ്പോഴും പൗലോസ് പറയുകയാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. മാനുഷിക ഭയം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകും. മാനുഷിക ഭയം നമ്മെ തേടി വരും. അവിടെയെല്ലാം ജയിക്കുവാൻ ക്രിസ്തുവിൻ്റെ തികഞ്ഞ സ്നേഹത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ആമേൻ. വായിച്ച തിരുവചനത്തിലേക്ക് വരട്ടെ. മാനുഷിക ഭയം ഒരു കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. നേരത്തെ വായിച്ചു, കാരാഗരത്തിൻ്റെ അകത്തളത്തിൽ കാരാഗര പ്രമാണി ഇങ്ങനെ പറഞ്ഞു, യജന്മാരന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? പൗലോസ് പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ സമയം സ്നേഹിത, നീ ഒരു മാനസിക ഭയത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ? രോഗത്തിൻ്റെ മുൻപിൽ, കടഭാരത്തിൻ്റെ മുമ്പിൽ, വേദനയുടെ മുമ്പിൽ, നിരാശയുടെ മുമ്പിൽ, കുടുംബത്തിൻ്റെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ, ദേശത്തിൻ്റെ മുൻപിൽ നീ നിരാശയോടെ, മാനുഷിക ഭയത്തോടെ നീ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ ഈ പകൽ, ഈ രാത്രി, ഈ പ്രഭാതത്തിൽ നിന്റെ യാത്രയിലാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ, ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ, പ്രഭാത സമയമാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ, സ്നേഹിത, യേശുവിൽ വിശ്വസിക്കുക. അവൻ നിത്യസമാധാനമാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ഞാൻ തരുന്ന സമാധാനം നിത്യസമാധാനമാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സദൃശ്യവാക്യം 29ന്റെ 25-ാമത്തെ വാക്യം, മാനുഷിക ഭയം ഒരു കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവന് രക്ഷ പ്രാപിക്കും. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഈ സമയം മാനുഷിക ഭയത്തിൽ അകപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിരാശപ്പെടുന്ന, വേദനിക്കുന്ന ഹൃദയത്തിലേക്ക് ഈ സമയം വചനത്തിൻ്റെ ദൂത് ചെല്ലട്ടെ. രോഗത്താൽ നിരാശപ്പെടുന്ന വ്യക്തിയാണോ? ഹൃദയങ്ങളോട് പറയുക, രോഗം വന്ന്, വേദന വന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കയിൽ തന്നെ കിടക്കുന്ന അവസ്ഥയാണോ? ഈ സമയം ദൈവാത്മാവിൻ്റെ പ്രസൻസ്, ദൈവാത്മാവിൻ്റെ ടച്ച്, ദൈവാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളെ തൊടുകയാണ്. ഹല്ലേലൂയ. നിരാശപ്പെട്ട് വേദനയോടെയാണോ? കടത്തിൻ്റെ ഭാരം വന്ന് ജപ്തിയോടെയാണോ നിൽക്കുന്നെങ്കിൽ മാനുഷിക ഭയം വേണ്ട. ദൈവത്തിൽ അഭയം പ്രാപിക്കാം. അവിടുന്ന് ഉത്തരവുമായി ദൈവം വരുന്നുണ്ട്. ഹല്ലേലൂയ. ഏതൊക്കെ നിലയിലാണോ തകർന്നിരിക്കുന്നത്, ഏതൊക്കെ നിലയിലാണോ നിരാശപ്പെട്ട് മാനുഷിക ഭയത്തിലായിരിക്കുന്നത്, അവിടേക്ക് ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. കർത്താവേ, ഈ സമയം, ഈ സെക്കൻഡുകൾ, ഈ നിമിഷം ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം അവരനുഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. ആമേൻ. ആമേൻ. ചില മനുഷ്യരെ കുറിച്ച് കാണിക്കുകയാണ്. ആമേൻ. ഏകദേശം 10, 50, 55 വയസ്സ് പ്രായമുള്ള ആമേൻ ക്രിസ്തീയ പാരമ്പര്യത്തിന് വിശ്വാസത്തിലേക്ക് വന്നിട്ട് ആമേൻ കാലുകൾക്ക് വല്ലാതെ വേദന അനുഭവിച്ചിട്ട് ആമേൻ കാല് മുറിച്ച് മാറ്റണമെന്ന് പറയുന്ന തരത്തിലുള്ള ആമേൻ നീരും പഴുപ്പും വന്ന് വല്ലാതെ അനുഭവിക്കുന്ന ചില വ്യക്തിത്വങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്ന് തൻ്റെ സാന്നിധ്യം അയക്കുകയാണ്. ഇവിടെ രോഗസൗഖ്യമുണ്ടാകട്ടെ. മാനുഷിക ഭയം വേണ്ട. നിന്റെ കാല് മുറിച്ചു മാറ്റത്തില്ല. ദൈവത്തിൻ്റെ അത്ഭുതം സംഭവിക്കും. രോഗത്താൽ ഭാരപ്പെടുന്ന സഹോദര സഹോദരി, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്നു. മാനുഷിക ഭയം മാറിപ്പോകട്ടെ. മക്കളെക്കുറിച്ചുള്ള മാനുഷിക ഭയം മാറിപ്പോകട്ടെ. തലമുറയെക്കുറിച്ചുള്ള മാനുഷിക ഭയം മാറിപ്പോകട്ടെ. കർത്താവെ, കേട്ട വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. സകല മഹത്വവും കർത്താവ് എടുക്കും. പ്രാർത്ഥന കേൾക്കും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.